ഇന്ന് രാവിലെ തന്നെ കഞ്ഞിയും കിട്ടും. പിന്നെ കാപ്പിക്ക് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറിയായിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ എനിക്കുള്ള ചായയും ചേട്ടയ്ക്കുള്ള ഗ്ലാസ് കടും കാപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട റോസ്റ്റ് മസാലയൊക്കെ ചേർത്ത് ചെറുതായിട്ട് വെള്ളമൊക്കെ വെച്ച് വറ്റിച്ചൊക്കെ എടുക്കുന്നത്, ചാറായിട്ട് വെക്കുന്നില്ല. ചേട്ടയ്ക്ക് ഇങ്ങനെ വെക്കുന്ന ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാലും. പിന്നെ രാവിലെ തന്നെ പൊതിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കക്കുരുത്തോരനാണ് കറിയെ. അപ്പോൾ തന്നെ ചേട്ടായി കൊണ്ടുപോകാനുള്ള കാപ്പിയെല്ലാം പൊതിഞ്ഞെടുത്തു പാത്രത്തിൽ. 3-4 ദോശയും പിന്നെ മുട്ട റോസ്റ്റും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോക്സൊക്കെ അടച്ചു വെച്ചു. പിന്നെ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേനാണിത്. ചോറ് വിളമ്പി. പിന്നെ കറിയായിട്ട് ചക്കക്കുരുത്തോരനുണ്ട്. പിന്നെ മീൻ വറുത്തേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ 2-3 കൂട്ടം കറി കാണുന്ന ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. കാരണം എല്ലാം റെഡിയായി വരണ്ടായിരുന്നു, ഒരുപാട് താമസിച്ചായിരുന്നു. പിന്നെ ഒരു 7:30 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് പോകണം. അപ്പം ഇതെല്ലാം റെഡിയായി വരാൻ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അത്രയൊക്കെ കറി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവിലെ തന്നെ കുഞ്ഞിനുള്ള കുറുക്കുണ്ടായി. കുഞ്ഞിനാണ് അടുക്കളയിൽ വന്നിരുന്ന് വെള്ളം തുറന്ന് ഭയങ്കര കളിയാണ്. പിന്നെ കുഞ്ഞിന് കുളിക്കാനുള്ള വെള്ളവും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് ഞാനത് ബക്കറ്റിൻ്റെ അടപ്പ് അടച്ചു വെച്ചാൽ അവൻ ഭയങ്കര കാർച്ചയായിരുന്നു. ഭയങ്കര വെള്ളത്തിൽ കളി ഈയിടെയായിട്ട്, എന്നാണെന്നറിയത്തില്ല, വെള്ളം കാണത്തില്ല. പിന്നെ രാവിലെ തന്നെ വന്നിരുന്ന്, തിണ്ണയിലല്ല അപ്പുറത്തെ വീടിൻ്റെ മതിലേ വന്നിരുന്ന് കാക്ക ഭയങ്കര കരച്ചിലാണ്. കുഞ്ഞിനതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ജനലിൽ കൂടി ഇരുന്ന് നോക്കുമോ, ഞാൻ അവനെ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാക്ക, പൂച്ച, പട്ടി, കോഴി അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ മേലൊക്കെ കഴിയിട്ട് വന്നാണ് കാപ്പി കുടിക്കാനിരുന്നു. കുഞ്ഞു കുഞ്ഞു ദോശയുടെ ഭാഗങ്ങളൊക്കെ ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. കുഞ്ഞൻ താഴെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു മുട്ട റോസ്റ്റും ഇച്ചിരി ഗ്രേവിയും ഇച്ചിരി ചക്കക്കുരു തോരനും കൂടെ എടുത്തിട്ടുണ്ട് കഴിക്കാൻ. പിന്നെ ഒരു ഗ്ലാസ് കട്ടനും എടുത്തിട്ട് കഴിക്കാമായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നതുകൊണ്ട് നല്ലൊരു ഉന്മേഷമുണ്ട് രാവിലെ. പിന്നെ നല്ല മഴ മൂടലാണ് കേട്ടോ. പിന്നെ അതിലെ തലേദിവസവും ഭയങ്കര മഴയായതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു ഇരുളുമ പോലെയാണ് പെരയ്ക്കകത്തോട്ട് നല്ലപോലെ ഇരുട്ട് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് മുഖമൊക്കെ ഇച്ചിരി ഡാർക്ക് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് വൈകുന്നേരത്തിനാണ്. മുരിങ്ങയിലയും പിന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് അടർത്തി വെക്കാമെന്ന് വെച്ചു, കാരണം ഇതൊക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചാലേ വൈകുന്നേരത്തേനാകുമ്പോൾ എല്ലാം സെറ്റാകത്തുള്ളൂ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാനത് തോരൻ കറിയും വെച്ചു. ചീരത്തോരനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വൈകുന്നേരം വെക്കുന്നുണ്ട്, രാവിലെ പൊതിയും കൂടെ കൊടുത്തു വിടാം. ഞാൻ ഫ്രിഡ്ജിലോട്ട് നേരെ കയറ്റും. പിന്നെ കുറച്ച് ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം വൈകുന്നേരം ചക്ക വേവിക്കാമെന്ന് ഓർത്തു. അപ്പം പുറത്ത് നല്ല മഴയോട്ടോ. ഞാൻ മേലൊക്കെ കഴുകുന്നിരുന്നാണ് ചക്ക ഒരുക്കുന്നത്. പക്ഷേ എന്നാലും എന്നെ വേർത്ത് കുളിക്കുന്നുണ്ട്. എന്നാ അറിയത്തില്ല, എനിക്ക് ചെറിയൊരു ചൂടടിച്ചാലും എന്നെ ഭയങ്കരമായിട്ട് വേർക്കുവേ. പിന്നെ ചക്കയൊക്കെ ഏകദേശം അടർത്തി വെച്ചു. ഇനി ഇത്രയും കൂടെ ഉണ്ട് ഒരുക്കാനേ. കുഞ്ഞും താഴെ ഇരുന്ന് ഭയങ്കര കളിയാട്ടോ. അതുകൊണ്ട് തന്നെ പരിപാടിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഇനി ചക്ക ഒരുക്കലൊക്കെ ഭയങ്കര ഈസിയുള്ള പരിപാടിയാണ്, പെട്ടെന്ന് ഞാൻ ഒരുക്കി തീരും. പിന്നെ അരിയാനാണെങ്കിൽ ഈസിയാണ്. 3-4 എണ്ണമൊക്കെ ഒരുമിച്ച് വെച്ചാണ് ഞാൻ അരിയുന്നത്. അത് എനിക്ക് നേരത്തെ പണ്ടൊന്നും ചക്ക വെട്ടാനും ഒരുക്കാനും ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം നല്ല വശമാണ്. പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കും. പിന്നെ വൈകുന്നേരം അതിന് വേവിക്കാമെന്ന് ഓർത്തു. അപ്പം ചക്ക അടുപ്പിലോട്ട് വെച്ചു, അരപ്പൊക്കെല്ലാം ചേർത്ത്. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി വേവെന്നുള്ള ചക്ക